അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 42 സങ്കീർത്തനം 5 വാക്യം നമുക്ക് വായിക്കാം. എൻ്റെ ആത്മാവെ, നീ വിഷാദിച്ചുള്ളിൽ ഞെരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എൻ്റെ മുഖപ്രകാശകരക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. അനുഗ്രഹിക്കപ്പെട്ട വേദവാക്യമാണ് നാം കേട്ടത്. NIV ഇംഗ്ലീഷ് വേർഷനിൽ ഈ വാക്യം, വൈ മൈ സോൾ ആർ യു ഡൗൺകാസ്റ്റ്, വൈ സോ ഡിസ്റ്റർബ്ഡ് വിതിൻ മീ, പുട്ട് യുവർ ഹോപ്പ് ഇൻ ഗോഡ്, ഫോർ ഐ വിൽ യെറ്റ് പ്രൈസ് ഹിം മൈ സേവിയർ ആൻഡ് മൈ ഗോഡ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മലയാളം ബൈബിളിൽ ആത്മാവ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇംഗ്ലീഷ് ബൈബിളിൽ സോൾ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സോൾ എന്നാൽ ജീവൻ, പ്രാണൻ, ദേഹി എന്നെല്ലാം അർത്ഥമുണ്ട്. ഇതിനെ മനുഷ്യൻ്റെ ആത്മാവ് എന്നും വിളിക്കുന്നുണ്ട്. എന്നാൽ ഈ ആത്മാവ് ദൈവാത്മാവല്ല. ഏദൻ തോട്ടത്തിൽ മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച അവൻ്റെ മൂക്കിൽ ദൈവം ജീവശ്വാസം ഊതി എന്ന് ഉൽപ്പത്തി പുസ്തകം 2 അധ്യായം 7 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതേ വാക്യത്തിൻ്റെ തുടർച്ചയായി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ വാക്യത്തിൽ ജീവനുള്ള ദേഹിയായി തീർന്നു എന്നതിന് ജീവനുള്ള മനുഷ്യനായി തീർന്നു എന്നോ ലിവിങ് ക്രിയേച്ചറായി തീർന്നു എന്നോ പറയുന്നതാണ് ശരിയെന്ന് ഞാൻ ചിന്തിക്കുന്നു. കാരണം മാംസത്തിൻ്റെ ജീവൻ അഥവാ സോൾ രക്തത്തിലല്ലോ ഇരിക്കുന്നത് എന്ന് ലേവ്യ പുസ്തകം 17 അധ്യായം 11 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മണ്ണുകൊണ്ട് ഉണ്ടാക്കപ്പെട്ട മനുഷ്യൻ്റെ മൂക്കിൽ ജീവശ്വാസം അഥവാ ബ്രത്ത് ഓഫ് ലൈഫ് ഊതിയപ്പോൾ ആണ് മണ്ണുകൊണ്ടുണ്ടാക്കിയ മനുഷ്യൻ ജീവനുള്ള മനുഷ്യനായി തീർന്നത്. ദൈവത്തിൻ്റെ ജീവശ്വാസം മണ്ണുകൊണ്ടുണ്ടാക്കിയ ആദാമിനെ ജീവനുള്ളവനാക്കിയത് അവന് രക്തവും അതിൽ അവന് ജീവിക്കുവാൻ ആവശ്യമായ മനുഷ്യജീവൻ അഥവാ മനുഷ്യൻ്റെ സോളും ആണ്. ഇപ്പോൾ ആദാമിന് മാംസമുണ്ട് അഥവാ ജഡമുണ്ട്. ജഡത്തിലെ രക്തത്തിൽ ജീവൻ അഥവാ സോൾ അഥവാ മനുഷ്യൻ്റെ ആത്മാവ് ഉണ്ട്. ഈ മനുഷ്യാത്മാവിനെ അഥവാ മനുഷ്യൻ്റെ ജീവൻ അഥവാ സോളിനെ ജീവനുള്ളതാക്കി തീർത്ത ദൈവത്തിൻ്റെ ജീവശ്വാസവുമുണ്ട്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ദേഹം, ദേഹി അഥവാ സോൾ, ജീവശ്വാസം, ദൈവത്തിൻ്റെ ജീവശ്വാസം അഥവാ ആത്മാവ് എന്നീ 3 ആളത്വങ്ങളുണ്ട്. മനുഷ്യൻ മരിക്കുന്നത് മനുഷ്യൻ്റെ ദേഹിയിൽ നിന്നും ദേഹത്തിൻ്റെ ജീവശ്വാസം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് തിരികെ പോകുമ്പോഴാണ്. ഇവിടെ മരിക്കുമ്പോൾ എന്ന് ഞാൻ അർത്ഥമാക്കിയത് മനുഷ്യൻ്റെ ദേഹി അഥവാ ജീവൻ മനുഷ്യൻ്റെ ദേഹത്തിൽ നിന്നും പുറത്തു പോകുന്നതിനെയാണ്. മനുഷ്യൻ്റെ ദേഹിക്കാണ് ന്യായവിധി ഉള്ളതെന്ന് യേശു പഠിപ്പിച്ചു. മത്തായി എഴുതിയ സുവിശേഷം 10 അധ്യായം 28 വാക്യത്തിൽ, ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട, ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവിനെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ ദേഹം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് നിലവിൽ നാം ജീവിക്കുന്ന ജഡശരീരത്തെയല്ല. ഈ ജഡശരീരം നമ്മിൽ നിന്നും ദൈവത്തിൻ്റെ ജീവശ്വാസം ദൈവത്തിങ്കിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ നമ്മുടെ സോൾ അഥവാ നമ്മുടെ ജീവൻ ശരീരത്തിൽ നിന്നും പുറത്തു പോയതിനു ശേഷം മണ്ണിൽ സംസ്കരിക്കും. ആ ശരീരം ഒരിക്കലും ആരും വീണ്ടും കാണുകയില്ല. അത് മണ്ണിന് മണ്ണായും പൂഴിക്ക് പൂഴിയായും തീരും. എന്നാൽ ദാനിയേൽ പ്രവചനം 12 അധ്യായം 2 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദിക്കുമായി വീണ്ടും ജീവിക്കും അഥവാ ഉണരും. ഇപ്രകാരം വീണ്ടും ജീവിക്കുന്ന 2 വിഭാഗം മനുഷ്യർക്കും ഓരോരുത്തർക്കും പുതിയ ശരീരം, അതായത് ഒരിക്കലും നശിക്കാത്ത ശരീരമായിരിക്കും ലഭിക്കുക. നിത്യജീവനായി വീണ്ടും ജീവിക്കുന്ന അഥവാ ഉണരുന്നവർക്ക് പാപം ചെയ്യുന്നതിന് മുമ്പ് ആദാമിനുണ്ടായിരുന്നതുപോലെ തേജസ്സേറിയ ശരീരവും ലജ്ജയ്ക്കും നിത്യനിന്ദിക്കും വീണ്ടും ജീവിക്കുന്ന അഥവാ ഉണരുന്നവർക്ക് ഒരിക്കലും നശിക്കാത്തതും അപ്പോൾ തന്നെ ആര് കണ്ടാലും വെറുപ്പ് തോന്നുന്നതുമായ ശരീരമായിരിക്കും ലഭിക്കുക എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നാം പാപം ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മിൽ ദൈവം തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ജീവശ്വാസത്തിന് നമ്മിൽ ദൈവം സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യാത്മാവിനോട് അഥവാ മനുഷ്യൻ്റെ ദേഹിയോട് ഇടപെടുവാൻ കഴിയാതെ പോകുന്നത്. കാരണം നാം പാപം ചെയ്യുമ്പോൾ നമ്മുടെ ദേഹി മരിക്കുന്നുവെന്ന് യെഹെസ്കേൽ പ്രവചനം 18 അധ്യായം 20 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ മരിക്കും എന്ന് പറഞ്ഞാൽ
ദൈവത്തിൻ്റെ ജീവശ്വാസം അഥവാ ദൈവാത്മാവ് നമുക്ക് തരുന്ന നിർദ്ദേശങ്ങൾ കേൾക്കുവാനോ തിരിച്ചറിയുവാനോ അനുസരിക്കുവാനോ നമുക്ക് കഴിയാതെ വണ്ണം നമ്മുടെ ദേഹിയിൽ സാത്താൻ പ്രവേശിക്കും എന്ന് മനസ്സിലാക്കിയാൽ മതിയാകും. അപ്രകാരം നാം പാപം ചെയ്യേണ്ടി വരുന്നത് നാം നിരാശയിലും ചിന്താകുലത്തിലും മുങ്ങിപ്പോകുമ്പോഴാണെന്ന കാര്യം ദൈവത്തിന് അറിയാവുന്നത് കൊണ്ടാണ്. ഭയപ്പെടേണ്ട എന്നും ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടേണ്ട എന്നും നമ്മുടെ സകല ചിന്താകുലവും യേശുവിന്മേൽ ഇട്ടുകൊള്ളുക എന്നും ദൈവവചനത്തിൽ കൂടി ദൈവം നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത്. നാം വായിച്ച വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ തൻ്റെ സ്വന്തം ദേഹി അഥവാ തൻ്റെ സ്വന്തം ആത്മാവിനോട് പറയുകയാണ്, എൻ്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിൽ ഞെരങ്ങുന്നത് എന്ത്? തൻ്റെ പാപനിമിത്തമായിരുന്നില്ലെങ്കിലും ആസാഫിനെ പോലെ പലതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അവൻ്റെ മനസ്സ് ആസാഫിനെ പോലെ തന്നെ ഉലയുവാനും നിരാശപ്പെടുവാനും തുടങ്ങിയെന്ന് അവൻ മനസ്സിലാക്കിയ ഉടനെ തന്നെ തൻ്റെ തീരുമാനം പുതുക്കുന്ന രംഗമാണ് നാം 42-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ കാണുന്നത്. പുട്ട് യുവർ ഹോപ്പ് ഇൻ ഗോഡ്, ഫോർ ഐ വിൽ യെറ്റ് പ്രൈസ് ഹിം മൈ സേവിയർ ആൻഡ് മൈ ഗോഡ്. എൻ്റെ വീണ്ടെടുപ്പുകാരനും രക്ഷിതാവുമായ ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ഞാൻ ഇനിയും അവനെ സ്തുതിക്കും എന്ന തീരുമാനം സങ്കീർത്തനക്കാരൻ എടുത്ത അതേ നിമിഷം തന്നെ അവൻ്റെ ആത്മാവിനെ അവൻ്റെ സോളിനെ വിഷാദത്തിലേക്കും നിരാശയിലേക്കും നയിക്കുവാൻ ശ്രമിച്ച ദുരാത്മാവ് അവനെ വിട്ട് ഓടുകയും അവൻ്റെ ദേഹി സന്തോഷത്താൽ നിറയുകയും ചെയ്തു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, നമ്മുടെ ദേഹിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എപ്രകാരമാകുന്നു എന്ന് പരിശോധിക്കാമോ? നാം പലതിനെക്കുറിച്ച് വിലപിച്ചാൽ നമ്മുടെ ദേഹിയും നിരാശയിലേക്ക് ദുരാത്മാവിനാൽ നയിക്കപ്പെടും. എന്നാൽ സങ്കീർത്തനക്കാരനെ പോലെ നാം ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുകയും നമ്മുടെ രക്ഷിതാവും നമ്മുടെ വീണ്ടെടുപ്പുകാരനുമായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തന്നിരിക്കുന്ന നന്മകളെക്കുറിച്ച് ഓർത്ത് നാം അവനെ സ്തുതിക്കുകയും ചെയ്യുമെങ്കിൽ നമ്മെ നിരാശയിലേക്ക് നയിക്കുവാൻ ശ്രമിക്കുന്ന ദുരാത്മാക്കൾ കൂട്ടത്തോടെ നമ്മെ വിട്ടു ഓടുന്നത് നമ്മുടെ ആത്മാവിൽ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുകയും ദൈവിക സമാധാനത്താൽ നാം നിറയപ്പെടുകയും ചെയ്യും. ഒരു കാര്യം നാം നിശ്ചയമായും ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. ദൈവവചനമായ ബൈബിൾ വായിക്കുകയും അതിലെ കൽപ്പനകൾ നാം അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് ഉറപ്പ് വരുത്തണം. എന്നാൽ നാം വസിക്കുന്നത് ദൈവസ്നേഹത്തിലായിരിക്കും, അത്യുന്നതിൻ്റെ മറവിലായിരിക്കും. നമ്മെ തകർത്ത് കളയുവാൻ സാത്താന് കഴിയാതെ വണ്ണം കർത്താവ് നമ്മെ അവൻ്റെ ചിറകടിയിൽ സൂക്ഷിക്കും എന്നത് നമുക്കുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ആകയാൽ നമുക്ക് കർത്താവിൻ്റെ ദൈവവചനമായ ബൈബിൾ വായിക്കുകയും നാം അനുസരിക്കണമെന്ന് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് നിത്യജീവനാവകാശികളായി തീരാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ നിരാശരായിരിക്കുന്നെങ്കിൽ അങ്ങ് അവർക്ക് പ്രത്യാശ നൽകി കൊടുക്കണമേ. അങ്ങേ ആശ്രയിക്കുവാനും കർത്താവ് അങ്ങേ അനുസരിക്കുവാനും അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. വേദനയാൽ ബുദ്ധിമുട്ടുന്നവർക്ക് വേദന മാറ്റി കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.